പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീകാന്ത് ദർശന്റെ അച്ഛനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കാണ്. ആ സമയത്തിന്റെ അച്ഛൻ ചോദിക്കുന്നത്, എന്താ ശ്രീകാന്തെ പറയാനുള്ളത്? വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് നിനക്ക് ഇവിടെ വെച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കും. അന്നേരം അച്ഛൻ വീട്ടിലുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അച്ഛൻ പറയുന്നത്, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, വേദയുടെ 2ാം വിവാഹമല്ലേ. അന്നേരം ശ്രീകാന്ത് പറയുന്നത്, അത് നടത്താൻ നമ്മളായിട്ട് ഒരിക്കലും അനുവദിക്കരുത് അച്ഛ എന്ന് പറയുന്ന സമയത്തിന് ചോദിക്കുന്നത്, പിന്നെ എന്ത് ചെയ്യാനാണ്? അവൾ അവിടെ നിന്നും ഇറക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ? ദർശനോട് ഞാൻ 2-3 തവണ പറഞ്ഞു നോക്കി ഒന്ന് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ മറ്റൊരു പെണ്ണിനെയും അവന് ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല എന്നാണ് അവൻ പറയുന്നത്. അന്നേരം ശ്രീകാന്ത് പറയുന്നത്, അതെ അത് തന്നെയാണ് അച്ഛൻ ഞാനും പറയുന്നത്. ഇത്ര നാളായിട്ട് വേദയും വിക്രമും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറയട്ടെ ശ്രീകാന്ത്. അന്നേരം ചോദിക്കുന്നത്, അതെങ്ങനെ നീ അറിഞ്ഞു? നീ അവൻ്റെ വീട്ടിലാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ പറയുന്നത്, അച്ഛ അതൊക്കെ ഞാൻ അറിഞ്ഞു. അവർ രണ്ടുപേരും ഇപ്പോഴും വീട്ടിൽ 2ആയിട്ട് തന്നെയാണ് കഴിയുന്നത്. ഇപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വേദിയെ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വിവാഹം നടക്കരുത് എന്നൊക്കെ പറയാട്ടോ. ആ സമയത്തിന് അച്ഛൻ ചോദിക്കുന്നതിന്, എന്താണ് നിന്റെ പ്ലാന്? വിക്രമിനെ തട്ടാനാണോ നിന്റെ പ്ലാന് എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേന്ന് പറയും. നീ നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാണോ എന്ന് ചോദിക്കുന്ന സമയത്തും ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ അച്ഛാ, അതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ മുന്നിൽ കാണുന്നില്ല എന്നിങ്ങനെ ശ്രീകാന്ത് പറയുന്ന സമയത്തിന്, നല്ല ചങ്കറുപ്പുള്ള പിള്ളേരാണല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന്, അതെ അച്ഛാ, ശരി എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നീ റെഡിയാക്കിയതിന് ശേഷം എന്നെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ദർശന്റെ അച്ഛൻ അവിടെ നിന്നും പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്തിന് പന്തൽ പണിക്കാരൊക്കെ വന്നിട്ട് വിക്രമിനെ എങ്ങനെ കളിയാക്കി പോവാണ്. ആദ്യത്തെ കല്യാണം ഏതായാലും ഞങ്ങളോട് പറഞ്ഞില്ല, ഇപ്പോൾ ഇതെങ്കിലും പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി പോവുമായിരിക്കും. എന്നാൽ ഒന്നും മനസ്സിലാവാതെ വിക്രം വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുറ്റത്തൊരു ചെറിയ കല്യാണ പന്തൽ അത്രയേ ഉള്ളൂ എന്ന് പറയും. എടാ അങ്ങനെ വലിയ പന്തലൊന്നുമല്ല, ചെറിയൊരു മണ്ഡപം എന്ന് പറയുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നുണ്ട്, അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അന്നേരം കമലമ്മ പറഞ്ഞിട്ട്, എടാ ഇതൊന്നും ഞാൻ ഏർപ്പാടാക്കുന്നതല്ല, ഇതൊക്കെ അച്ഛമ്മയാണ് ഏർപ്പാടാക്കുന്നത് എന്ന് പറയുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരട്ടോ. ആ തള്ളയുടെ ഒരു കാര്യം, ആ തള്ള തന്നെയായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട്, എടാ നീ അച്ഛമ്മ ഇങ്ങനെ പറയരുതേ, അച്ഛമ്മ ആർക്കും എതിരായിട്ടൊന്നും നിന്നിട്ടില്ല, നീ ഇനി വെറുതെ അച്ഛമ്മ ഇങ്ങനെ തള്ള എന്നൊന്നും വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ കമലമ്മ. ആ സമയത്തും വിക്രം പറഞ്ഞിട്ട്, അമ്മേ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, അമ്മ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട്, അതൊക്കെ നടക്കും. ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് അപ്പുമോൾ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നത്, ചെറിച്ച ഇന്ന് പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കാനേ. അന്നേരം, അയ്യോ കറങ്ങാൻ കൊണ്ടുപോകാനോ മോളെ, ഇന്ന് ചെറിയച്ചന് നല്ല തിരക്കുണ്ടല്ലോ, ചെറിയച്ചന് പോയിട്ട് നല്ല ജോലിയുണ്ട് എന്നൊക്കെ പറയണേ വിക്രം. എന്നാൽ വിക്രം കൊണ്ടുപോകില്ല എന്ന് അറിഞ്ഞതോട് കൂടത്തിന് മോളുടെ മുഖം മങ്ങാണ്. ഇതും കേട്ടുകൊണ്ടായിരിക്കും വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദ വന്ന് പറയുന്നുണ്ട്, ചെറിയച്ചന് ഇന്ന് ഒരുപാട് ജോലികളുണ്ട്, അപ്പോഴേക്കും ചെറിയച്ചൻ കൊണ്ടുപോകും മോളെ എന്ന് പറയുന്ന സമയത്തന്നെ മോള് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ വേദ ചെറിയമ്മയും കൂടെ വരണമെന്ന് പറയും. അന്നേരം, അയ്യോ ഞാനോ എന്ന് വേദ ചോദിക്കുന്ന സമയത്തിന് മോള് പറഞ്ഞിട്ട്, ചെറിയമ്മയും കൂടെ വരണം, നിങ്ങൾ രണ്ടുപേരല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് വേദ ചെറിയമ്മയും കൂടെ വരണമെന്ന് പറയണം മോള്. അന്നേരം വേദ പറഞ്ഞിട്ട്, എന്നാൽ പിന്നെ ശ്രീചേട്ടത്തിനും കൂടെ വാ എന്ന് പറയുന്ന സമയത്തിന് മോള് ചോദിക്കുന്നത്, അയ്യേ ബൈക്കിൽ എങ്ങനെ അമ്മയും കൂടി കൊണ്ടുപോകുന്നത് എന്ന് പറയും. അന്നേരം ശ്രീജ പറഞ്ഞിട്ട്, ഞാൻ ഏതായാലും വരുന്നില്ല, വിഷേട്ടിന് ഒഴിവുള്ള ദിവസം ഞാൻ ഏതായാലും പോയിക്കോളാം, നിങ്ങൾ ഏതായാലും പോയിട്ട് വാ എന്ന് പറയാട്ടോ ശ്രീജ. അങ്ങനെ വേദയും വിക്രമും മോളുമായിട്ട് അങ്ങോട്ടേക്ക് കറങ്ങാൻ പോകുന്ന സമയത്തിന് അവരുടെ പുറകെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ അഭിലാഷ് ഉണ്ടാവും. അഭിലാഷ് ദർശന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ഞാൻ അവരെ ഫോളോ ചെയ്തിട്ട് അവരെ പുറകെ തന്നെയുണ്ട്. അന്നേരം അഭിലാഷ് ചോദിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്തിന് ദർശന്റെ അച്ഛൻ പറഞ്ഞിട്ട്, അയ്യോ ഇപ്പം വേണ്ട, ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് നീ അങ്ങ് കാര്യം നടത്തിക്കോ എന്ന് പറഞ്ഞു കൊടുക്കും. ശരി എന്താണെങ്കിലും എന്നെ വിളിച്ചറിയിക്കണമെന്ന് പറയുന്ന സമയത്തിന് ഓക്കെ സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അഭിലാഷ് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അവർ ബീച്ചിലെത്തിയിട്ട് അവിടെ ഇറങ്ങിയതിന് ശേഷം അപ്പുമോൾ ഇങ്ങനെ ചോദിക്കുന്നത്, എന്തിനാ ചെറിയമ്മേ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നത്? ചെറിയമ്മയുടെയും ചെറിയച്ഛൻ്റെയും കല്യാണം ഒരു തവണ കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇതാണ് മോളോട് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അമ്മ എന്ന് പറയും. ആ സമയത്തിന് നിന്റെ അമ്മക്ക് വട്ടാണെന്ന് പറയണേ വിക്രം. അന്നേരം വേദ ചോദിക്കുന്നതിന്, ഇങ്ങനെയാണോ പിള്ളേരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിക്കും. എന്നിട്ട് വേദ ഇങ്ങനെ മോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേദ പറഞ്ഞിട്ട്, മോളെ അന്ന് ചെറിയച്ഛൻ ചെറിയമ്മയുടെ കയ്യിൽ താലി കെട്ടുന്ന സമയത്തിന് ചെറിയച്ഛന് വലിയ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയച്ഛന് ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ആ താലിയുടെ കെട്ട് അത്രക്കങ്ങ് മുറുകയില്ല. ഇനിയിപ്പോൾ ആ കെട്ട് നല്ലോണമൊന്നും കൂടെ മുറുകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും കല്യാണം നടത്തുന്നതെന്ന് വേദ പറയുന്ന സമയത്തിന് ആണോ എന്ന് ചോദിക്കും. ഇപ്പം മനസ്സിലായില്ലേ മോൾക്ക്? ദേ കണ്ടില്ലേ, ഇതുപോലെ വേണം മക്കളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ, വാ നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അവർ 3 പേരും നേരെ ബീച്ചിലേക്ക് പോവാണേ. എന്നാൽ ഇവരുടെ തൊട്ടു പുറകെ ഇവർ ഫോളോ ചെയ്തുകൊണ്ടതിന് അഭിലാഷം പുറകെ ഉണ്ടാവും. അങ്ങനെ ബീച്ചിലെത്തിയതിന് ശേഷം ആദ്യം തന്നെ അപ്പുമോളെ കണ്ണൊക്കെ കെട്ടിയിട്ട് കണ്ണ് പൊത്തി കളിക്കാട്ടോ. അതിനുശേഷം വിക്രത്തിൻ്റെ കണ്ണ് കെട്ടിക്കൊടുക്കുകയാണ് വേദ. അതിനുശേഷം അങ്ങനെ കണ്ണ് കെട്ടിയിട്ട് നല്ല 2-3 പേരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് കളിക്കായിരിക്കും.
എന്നാൽ ഇവരിങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മോളിങ്ങനെ അങ്ങോട്ടേക്ക് മാറി നിന്ന ഉടനെ തന്നെ അഭിലാഷം ഒറ്റയ്ക്ക് മോളെ കിട്ടുന്ന സമയത്ത് തന്നെ പറയുന്നതിന് മോൾ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറഞ്ഞ് മോളെ ഇങ്ങനെ വിളിക്കും. ആ സമയത്തിന് മോൾ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വിക്രത്തിൻ്റെ കണ്ണ് കെട്ടിയത് കൊണ്ട് തന്നെ വേദയെ ഓടിപ്പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വിക്രം. എന്നാൽ ഇതേ സമയത്ത് തന്നെ അപ്പുമോൾ അഭിലാഷിനെ കണ്ടിട്ട് പേടിച്ച് വിറച്ചു കൊണ്ടിട്ട് ചെറിയ ചാ എന്നൊക്കെ വിളിച്ചുകൊണ്ടിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് എന്താ മോളെ എന്ന് ചോദിക്കുന്ന സമയത്തിന് അവിടെ ഒരാൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പുമോൾ ആകെ പേടിച്ചിട്ടുണ്ടാവും. വിക്രം പെട്ടെന്ന് കണ്ണിനെ കെട്ടുകഴിച്ചു കൊടുത്തിട്ട് എവിടെ മോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചുറ്റും നോക്കുന്ന സമയത്തിന് അഭിലാഷിനെ കാണുന്നില്ല. അങ്ങനെ അവർ 3 പേരും അപ്പുമോൾ പറഞ്ഞ സ്ഥലത്തേക്ക് വന്ന് നോക്കുന്ന സമയത്തിന് അവിടെ ഒന്നും അഭിലാഷിനെ കാണുന്നില്ല. അപ്പോഴേക്കും അഭിലാഷ് അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ ഒന്നും ആരുമില്ലല്ലോ മോളെ, നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ തിരികെ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി ആയിട്ടുണ്ടാവട്ടോ. എന്നാലും അഭിലാഷ് കൂടെ തന്നെ ഉണ്ടാവും. ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് വിക്രത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ശ്രീനിവാസൻ സാറായിരിക്കും വിളിക്കുന്നത്. എന്നിട്ട് എന്താ സാറേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഓക്കെ ഞാൻ ഇപ്പോൾ വരാം ഉറപ്പായിട്ടും വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഫോൺ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് വേദയോട് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയും. അപ്പോഴേക്കും ഇവിടെയോ നടു റൂട്ടിൽ ഇറക്കി വിടാനോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നത് അതെ, നിങ്ങൾ 2 പേരും ഇവിടെ ഇറങ്ങിക്കോ, എന്നിട്ട് മോളെ കൂട്ടിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയും. എനിക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ട് എന്ന് പറയുന്ന സമയത്തിന് എന്താ ശ്രീനിവാസൻ സാർ വിളിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതൊന്നും നിന്നോട് പറയാൻ മനസ്സില്ല എന്നൊക്കെ പറഞ്ഞ് വിക്രം ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും മോളെ കൂട്ടിയിട്ട് മോളെ ചെറിയച്ചൻ ഇപ്പോൾ വീട്ടിലേക്ക് വന്നോളും എന്ന് പറയുന്ന സമയത്തിന് മോള് പറഞ്ഞിട്ട് ചെറിയച്ചൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കോളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് മോള്. ശരി ഞാൻ വരാം, മോളേതായാലും ആൻറ്റിയുടെ കൂടെ പോയിക്കോ എന്ന് പറയായിരിക്കും. ആ സമയത്തിന് ചോദിക്കുന്നുണ്ട് ആൻറ്റി അല്ല ചെറിയമ്മ, ചെറിയച്ചൻ്റെ ഭാര്യ ചെറിയമ്മയല്ലേ, അങ്ങനത്തെ കൂടെ ഓർത്തൂടെ നിങ്ങൾക്ക് എന്ന് ചോദിക്കും. ശരി മോളെ, ഏതായാലും ചെറിയമ്മയുടെ കൂടെ ചെല്ലുക എന്നൊക്കെ പറഞ്ഞ് ഓട്ടോ വിളിച്ച് പോയാൽ മതി എന്നൊക്കെ പറയും. ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു ഓട്ടോ വരും. അങ്ങനെ ആ ഒരു ഓട്ടോയിൽ കയറിക്കൊണ്ടായിരിക്കും വേദയും മോളും അവിടെ നിന്നങ്ങ് പോകുന്നത്. ഈ സമയത്ത് പോലും അവരെ ഫോളോ ചെയ്തുകൊണ്ട് അഭിലാഷ് കൂടെ ഉണ്ടായിരിക്കും. ഇതേ സമയത്തിന് വീട്ടിലാണെങ്കിൽ തങ്കം വന്നിട്ടുണ്ടാവും. എന്നിട്ട് ചോദിക്കുന്നത് എന്തിനാ കമലയടുത്ത് മറ്റൊരു വിവാഹം കഴിക്കുന്നത്, അവരുടെ വിവാഹം ഓൾറെഡി കഴിഞ്ഞതല്ലേ, എന്നിട്ട് ഇപ്പം എന്തിനാ മറ്റൊരു വിവാഹം എന്നൊക്കെ ചോദിക്കും. അന്നേരം കമലമ്മ പറയുന്നത് എല്ലാവരെയും അറിയിക്കെ ഒരു വിവാഹം കൂടെ നടത്തണം, അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്തിന് തങ്കം ചോദിക്കുന്നുണ്ട് ഓഹോ, അപ്പോൾ നിങ്ങൾ വെറുതെ അല്ലല്ലേ അന്ന് രാത്രി മുഴുവൻ ആ കൊച്ചിനെ അങ്ങ് പുറത്തു നിർത്തിയത്. അന്നേരം കമലമ്മ പറഞ്ഞത് അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്തതല്ലേ, അന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ആ കുട്ടിയുടെ വീട്ടുകാരൊന്നും അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം 2 കൂട്ടുകാരും അംഗീകരിച്ചത് കൊണ്ട് ഞങ്ങളൊരു വിവാഹം നടത്തുകയാണ്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് അതിലെന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. അങ്ങനെ തങ്കത്തിന് ഏതായാലും കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടതിന് തങ്കം അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തായിരിക്കും വേദയും മോളും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ആ സമയത്തിന് വേദയിൽ ചോദിക്കുന്നുണ്ട് മോളെ എവിടെ പോയതാന്ന് ചോദിക്കുന്ന സമയത്തിന് ഞങ്ങളൊന്ന് കറങ്ങാൻ പോയതാന്ന് പറയും. അപ്പോൾ ഈ രാത്രിയിലാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ ചോദിക്കുന്നത് പിന്നെന്താ തങ്കയെടുത്തി നട്ടുച്ചക്കാണോ എല്ലാവരും കറങ്ങാൻ പോകുന്നത് എന്ന് ചോദിക്കും. അങ്ങനെ വേദയും മോളും കയറി വരുന്നത് കാണുന്ന സമയത്തിന് കമലമ്മ ചോദിക്കുന്നുണ്ട് മോളെ വിക്രം എവിടെയെന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട് വിക്രം ഒരു പക്ഷേ അവരെ വഴിയിൽ ഇറക്കി വിട്ട് കാണുമെന്ന് പറയും. അന്നേരം കമലത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് നന്ദിനി എന്നങ്ങ് വിളിക്കുന്ന സമയത്തിന് അവൻ്റെ സ്വഭാവം വെച്ച് ഞാൻ പറഞ്ഞതല്ലേ അമ്മയെന്ന് പറയാണ് നന്ദിനി. അന്നേരം നന്ദിനി പറഞ്ഞിട്ട് അതെ, ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തിന് പെട്ടെന്ന് വിക്രമിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ശ്രീനിവാസൻ സാറിൻ്റെ. അപ്പോൾ ഞാനാ പറഞ്ഞത് മോളെ വിളിച്ചിട്ട് ഞാൻ ഓട്ടോയിൽ പോയിക്കോളാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ അനുസരിച്ചതെന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം ഇപ്പോൾ പഴയതുപോലെ വെറും ഒരു പൂച്ചക്കുട്ടിയെ പോലെയായി എന്നൊക്കെ പറയും. അന്നേരം അപ്പുമോള് പറയുന്നത് അതേ അമ്മമ്മേ, ഞാനാണെന്ന് കരുതിയിട്ട് വിക്രം ചെറിയ നേരെ പോയിട്ട് വേദ ചെറിയമ്മ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയും. അപ്പോഴേക്കും ഈ മോളുടെ ഒരു കാര്യം എന്നൊക്കെ പറയട്ടെ അവർ. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് അങ്ങ് കയറി പോകുന്ന സമയത്തിന് നന്ദിനി എന്നിട്ട് ഇങ്ങനെ വേദിയോട് ചോദിക്കുന്നുണ്ട് അല്ല ഈ കല്യാണം നടക്കുമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് പിന്നെ അല്ലാതെ ഉറപ്പായിട്ടും നടക്കും, അന്ന് ഒരു ഗ്ലാസ് പായസം അധികം ഞാൻ നന്ദിനി അടുത്തേക്ക് തരാം. ഇതേ സമയത്തിനെ കാണിക്കുന്നത് ശ്രീകാന്തും അഭിലാഷും ദർശൻ്റെ അച്ഛനും കൂടി ചേർന്ന് കൊടുത്തിട്ട് വിക്രത്തിന് ഇങ്ങനെ ഫോളോ ചെയ്യാണ്. എന്നിട്ട് ദർശൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അല്ല എവിടെ വെച്ച് തീർക്കാനാണ് നിന്റെ പ്ലാൻ എന്നൊക്കെ ചോദിക്കും അഭിലാഷിനോട്. അപ്പോൾ ഇപ്പം ഏതായാലും ശരിയാവില്ല, ആരുമില്ലാത്തൊരു ഭാഗം എത്തട്ടെ എന്ന് പറഞ്ഞ് നിൽക്കായിരിക്കട്ടെ അഭിലാഷ്. അന്നേരം ദർശൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് CCTV ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് കാര്യം നടത്തിയാൽ മതി എന്നൊക്കെ പറയും. ദേ സ്ഥലം എത്തി, അവിടെ ചെല്ലി അടിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദർശൻ്റെ അച്ഛൻ. അന്നേരം അഭിലാഷ് പെട്ടെന്ന് തന്നെ വണ്ടിയുടെ സ്പീഡ് കൂട്ടിക്കൊടുത്തിട്ട് കാറുമായിട്ട് വിക്രത്തിൻ്റെ ബൈക്കിൽ അങ്ങ് ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നതോടുകൂടി തന്നെ വിക്രം പെട്ടെന്ന് ഒരു സൈഡിലേക്ക് അങ്ങ് തെറിച്ച് വീഴുന്നുണ്ട്. അങ്ങനെ വിക്രം തെറിച്ച് വീഴുന്നതും കണ്ടുകൊണ്ടായിരിക്കട്ടെ അവർ 3 പേരും വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അഭിലാഷ് ഇങ്ങനെ തൊട്ടു നോക്കുന്ന സമയത്ത് ശ്വാസമുണ്ട് എന്ന് മനസ്സിലായതോടുകൂടി തന്നെ പെട്ടെന്ന് തന്നെ വാളെടുത്തിട്ട് വെട്ടാൻ ചെല്ലുകയാണ്. അന്നേരം ദർശൻ്റെ അച്ഛൻ തടഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് വേണ്ട, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ അത് പോലീസ് കേസും കൂട്ടങ്ങളൊക്കെ ആവും, അങ്ങനെ അറിഞ്ഞാൽ പിന്നെ എല്ലാവരും എൻ്റെ പേര് പറയും. ഒരു കാര്യം ചെയ്യാം, ഇവൻ ഇവിടെ തന്നെ കിടക്കട്ടെ, എന്നിട്ട് ഇവൻ അങ്ങ് ചോര ഒഴിച്ച് ചത്തോളും, ഇവൻ അങ്ങ് ചോര വാർന്ന് അവിടെ കിടന്നങ്ങ് ചത്തോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ അവർ 3 പേരും വിക്രത്തിനെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ടതിന് അവർ 3 പേരും വണ്ടിയിൽ കയറിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഏതായാലും വീട്ടിൽ കല്യാണ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നതിൻ്റെയൊക്കെ